അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, സൈഫുദ്ദീൻ ബൽവാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരിക്കൽ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ദഖീഖുൽ ഐദി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹം ആ സമയം ഒരു ഖബറിന്റെ സമീപത്തിരുന്ന് ദിക്റുകളും ഖുർആൻ ഓതലുകളും നടത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. ഞാൻ ചോദിച്ചോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആരാണ് ഈ ഖബറിലുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ സമകാലികനും എൻ്റെ ഗുരുവര്യനുമാണ്. ഇദ്ദേഹം മരിച്ചിട്ട് ഏറെ നാളായി. കഴിഞ്ഞ ദിവസം ഞാൻ ഇദ്ദേഹത്തിന് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട സമയം ഞാൻ ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിൻ്റെ ഖബറിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഖബറടക്കിയ സമയത്ത് ഒരു ഭീകരനായ ഒരു നായ, ഞാൻ സാധാരണ കണ്ടിട്ടില്ലാത്തത്രയിലുള്ള വലിയൊരു നായ അതിൻ്റെ ദ്രംഷ്ടങ്ങൾ കാട്ടി എന്നെ ആക്രമിക്കാൻ വേണ്ടി അത് കുരച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ചാടി വരികയാണ്. അത് കണ്ടിട്ട് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ ഭയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അതിസുന്ദരനായ ഒരു സുമുഖനായ ഒരാളെൻ്റെ സമീപത്തേക്ക് വരികയും ഈ നായയെ ഓടിച്ചു കളയുകയും എന്നെ സമാശ്വസിപ്പിക്കുകയും എന്നോട് ആശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുകയും ചെയ്തു എന്ന്. അങ്ങനെ എന്നെ ഈ അപകടകരമായ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച ഈ മനുഷ്യൻ ആരാണ് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾ ഓതാറുള്ള അൽ കഹ്ഫ് സൂറയാണ് എന്ന് അത് എന്നെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ശ്രേഷ്ഠതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിവിശിഷ്ടവും ശ്രേഷ്ഠകരവുമായ പുണ്യങ്ങളുടെ പൂക്കാലം എന്നെല്ലാം പറയുന്നത് പോലെ പുണ്യങ്ങൾ നിറഞ്ഞൊഴുകുന്ന അതിവിശിഷ്ടമായ ദിവസമാണ് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ കാണാം, വെള്ളിയാഴ്ചയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ചത്. അദ്ദേഹത്തിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതും വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചതും വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഖിയാമത്ത് നാൾ ഉണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യരും ജിന്നുകളുമല്ലാതെ എല്ലാ വസ്തുവകകളും ഭയപ്പെട്ട് കഴിയുന്ന ദിവസവുമാണ് വെള്ളിയാഴ്ച. മാത്രവുമല്ല, ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒരു സമയത്ത് പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇജാബത്ത് ഉത്തരമുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠതകൾ നിറഞ്ഞ വിശിഷ്ടമായ ദിവസമാണ് നമ്മളിലേക്ക് വരുന്നത്. പണ്ടുള്ള ആളുകളെല്ലാം വെള്ളിയാഴ്ചക്ക് മുമ്പ് തന്നെ, വ്യാഴാഴ്ചയാകുമ്പോൾ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി അവർ നന്നായി തയ്യാറാകുമായിരുന്നു. അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും മറ്റുമെല്ലാം അടുത്ത ദിവസം തന്നെ, തൊട്ട് മുമ്പുള്ള ദിവസം തന്നെ അവർ വാങ്ങിക്കൊണ്ടുവരും. കാരണം വെള്ളിയാഴ്ച തനിക്ക് നേരത്തെ പള്ളിയിൽ പോകണം, അതല്ലെങ്കിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെടണമെന്നെല്ലാം പറയുകയും അവർ വളരെ നേരത്തെ തന്നെ കുളിച്ച് ഒരുങ്ങി പുരുഷന്മാരായ ആളുകൾ പള്ളികളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കാലം മാറി, കോലവും മാറി എന്ന് പറയുന്നത് പോലെ ഇന്ന് ആളുകൾക്ക് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പോലും ഒരു നീരസമാണ്. തൻ്റെ സമയത്തിൽ നിന്നുള്ള ഒരു മണിക്കൂർ ഇതാ കാർന്നെടുക്കാൻ പോകുന്നു എന്നുള്ള വൈഷമ്യകരമായ കാര്യമാണ്. ഒരമണിക്കൂറോ 3/4 മണിക്കൂറോ പള്ളിയിൽ ഇരുന്ന് ഇബാദത്ത് എടുക്കുവാനോ ഖുതുബകളും അതോടൊപ്പം തന്നെ ഇമാമിന്റെ പ്രസംഗവുമെല്ലാം വീക്ഷിക്കുന്നതിൽ അവർ വളരെ ആലസ്യത അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ചയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയെ തന്നെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വെള്ളിയാഴ്ച ലഭിക്കുന്നത്. എന്നാൽ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്നവർ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇന്ന് ഏത് ദിവസമാണ് എന്ന് അന്വേഷിക്കുന്നവരാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ ദിവസത്തിനെ ആളുകൾ വളരെ ആലസ്യതയോടെ കാണുകയാണ്. നമുക്കെന്തെല്ലാം ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് പറഞ്ഞ് അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന വിശിഷ്ടമായ ഒരു സമയം പോലുമുള്ള ദുആഇന് ഇജാബത്ത് പോലും ലഭിക്കുന്ന ഒരു സുന്ദരമായ ദിവസമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അതിനെപ്പോലും മാനിക്കാതെ വളരെ നിസ്സാരമായി നാം അതിനെ ചവിട്ടി മെതിച്ച് കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തായിരിക്കും ലഭിക്കുക? പണ്ടുള്ള ആളുകൾ അപ്രകാരം ആ വെള്ളിയാഴ്ചയെ വളരെ ഗൗരവപരമായി കാണുമ്പോൾ ഇന്ന് ആളുകൾ വെള്ളിയാഴ്ചയുടെ അവസാനത്തെ സമയത്ത്
ഇമാം മിമ്പറിൽ കയറി ഖുത്ബയെല്ലാം നിർവഹിച്ച് അവസാനം രണ്ടാമത്തെ ഖുത്ബയുടെ അവസാനം മുഅ്മിനീങ്ങൾക്ക് വേണ്ടുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങുമ്പോഴാണ് ആളുകൾ ഓടി വരുന്നത്. അല്ലെങ്കിൽ ഇഖാമത്ത് നിർവഹിക്കപ്പെടുമ്പോഴാണ് അവർ പള്ളിയിലേക്ക് ഓടി ചാടി കയറി വരുന്നത്. എന്നിട്ടോ ആ രണ്ടാമത്തെ സലാം വീട്ടുന്നത് അവർ പുറത്തായിരിക്കും. ആ നിലയിൽ ധൃതിപ്പെട്ടു കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നാം ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? നമുക്ക് നാളെ ആഖിറത്തിൽ ഏത് മാർഗത്തിലൂടെയാണ് നാം പ്രതിഫലങ്ങൾ കാംക്ഷിച്ചെടുക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി നാം എത്ര സമയമാണ് വിനിയോഗിക്കുന്നത്? ഈ ഒരു 6 ദിവസവും നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മെനക്കെടുമ്പോൾ കേവലം 1 മണിക്കൂർ അള്ളാഹുവിന് വേണ്ടി നമുക്ക് മെനക്കെടുത്താൻ സാധ്യമായില്ലെങ്കിൽ പിന്നെ നമ്മളും പടച്ചവനും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും അപ്രകാരം വീടുകളിൽ ഇരുന്നു കൊണ്ട് സ്വലാത്തുകളും ദിക്റുകളും സൂറത്തുൽ കഹ്ഫുമെല്ലാം പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അതിവിശിഷ്ടമായ സമയമാണ്. പള്ളിയിൽ പോകുന്ന പുരുഷന്മാർക്ക് മാത്രമല്ല ഈ പ്രതിഫലം ആർജിച്ചെടുക്കാൻ സാധ്യമാകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീജനങ്ങൾക്കും അള്ളാഹു പള്ളിയിൽ പോയില്ലെങ്കിലും അവരുടെ വീടുകളിൽ ഇരുന്നു തന്നെ അവർക്ക് പ്രതിഫലം ലഭിക്കാൻ കഴിയുന്ന മഹത്തായ ഇബാദത്തുകൾ നിർണയിച്ചിട്ടുണ്ട്. ആയതിനാൽ സൂറത്തുൽ കഹ്ഫ് ഓതി ധാരാളമായി മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലി നാം ഇബാദത്തുകളുമായി ധന്യമായി ആ വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും പ്രതിഫലാർഹമായി തീർക്കണം. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വെള്ളിയാഴ്ച വരുന്നവരെ രേഖപ്പെടുത്താൻ വേണ്ടി ഏടുകളുമായി വാതിൽപ്പടികളിൽ ഇരിക്കുമെന്നാണ്. എന്നാൽ ഇമാമ് മിമ്പറിൽ കയറുന്ന സമയത്ത് ഈ ഏടുകളെല്ലാം അവർ മടക്കി വെക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇമാമ് മിമ്പറിൽ കയറിയതിന് ശേഷം വരുന്ന ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അവർ വെള്ളിയാഴ്ചകളിൽ എത്തിയിട്ടില്ല എന്നായിരിക്കും മലക്കുകൾ രേഖപ്പെടുത്തുക. കാരണം ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച വരണമായിരുന്നു. അതാണ് അതിൻ്റെ കൃത്യമായ സമയം. പക്ഷേ ഇന്ന് നമുക്കതിന് സാധ്യമാകുന്നില്ലെങ്കിൽ, എന്തൊക്കെയോ ദുനിയാവിൻ്റെ തിരക്കുകൾ കൊണ്ട് നമ്മൾ വ്യാപൃതരായിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു ദിവസം നമുക്ക് വരും. അന്ന് നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, നാം ബന്ധപ്പെടുന്നവർ, നാം ആർക്കു വേണ്ടിയാണോ ഇത്രയേറെ തിരക്കുകളുമായി ബന്ധപ്പെടുന്നത്, അവരൊന്നും നമുക്ക് കൂട്ടിനുണ്ടാവുകയില്ല. മറിച്ച് നാം വിനിയോഗിച്ച ഈ സമയമായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലം ലഭിക്കുന്നത്. നാം ഓതിയ ഖുർആനായിരിക്കും നമുക്ക് നാളെ ശുപാർശ ചെയ്യുന്നത്. നാം ചൊല്ലിയ സ്വലാത്തായിരിക്കും നമുക്ക് മുത്തുനബിയോട് അടുപ്പം സൃഷ്ടിക്കുന്നത്. നാം ചെയ്ത ദാനധർമ്മങ്ങളായിരിക്കും സിറാത്തിൽ നമുക്ക് വേഗതയിൽ കടക്കാനുള്ള മാർഗമായി വരിക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയുടെ മഹത്വം പറഞ്ഞാൽ തീരാത്തതാണ്. ആ വെള്ളിയാഴ്ചയുടെ മഹത്വം നാം ഓരോ വ്യക്തികളും ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും ആ വെള്ളിയാഴ്ചയുടെ മഹാത്മ്യത്തെ നാം നിസ്സാരവൽക്കരിക്കാതെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ, നാമുമായി ബന്ധപ്പെട്ടവർ, നാം പറഞ്ഞാൽ കേൾക്കുന്നവരോടെല്ലാം വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ വളരെ നേരത്തെ തന്നെ ചെല്ലണമെന്നും ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഇരിക്കണമെന്നും ഇമാമിന്റെ ഖുത്ബ സാഗൂതം ശ്രദ്ധിക്കണമെന്നുമെല്ലാം നാം പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ദീനിയായ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലും നാട്ടിലും നമ്മുടെ ഹൃദയത്തിലും എല്ലായ്പ്പോഴും നിലനിർത്തുന്ന സച്ചരിതരിൽ സ്വാലിഹകളിൽ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചയുടെ മാഹാത്മ്യം അത് കൃത്യമായി മനസ്സിലാക്കി, അടിമുടി മനസ്സിലാക്കി, ആ മാഹാത്മ്യത്തെ മുഴുവനായി നമ്മുടെ ജീവിതത്തിലേക്ക് ആർജിച്ചെടുത്ത് പ്രകാശപൂരിതമായ ജീവിതം നയിക്കുന്ന സൂറത്തുൽ കഹ്ഫുകളും ദിക്റുകളും സ്വലാത്തുകളും ദാനധർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള മഹത്തായ ദിവസമായി കണക്കാക്കി ആ ദിവസത്തെ മഹോന്നതിയുടെ പദവിയിലേക്ക് ഉയർത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.